സതീശൻ ആദ്യമായിട്ട് സംസാരിക്കും. നമസ്കാരം. ഈ മാസം 26-27 തീയതികളിൽ തളി ജൂബിലി ഹാൾ വെച്ചാണ് കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ സംസ്ഥാന കലോത്സവം നടത്താൻ പോകുന്നത്. 26-ാം തീയതി രാവിലെ 8 മണിക്കാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുക. ഇത് ഉദ്ഘാടന സമ്മേളനം 10:30 ആരംഭിക്കും. ഉദ്ഘാടനം ചെയ്യുന്നത് ചലച്ചിത്ര താരം വിധു മോഹനാണ്. അതുപോലെ തന്നെ ഉദ്ഘാടന സമ്മേളനത്തില് മുഖ്യ അതിഥിയായിട്ട് മുൻ MLA പുരുഷൻ കടലോടി പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ കേരള എഡ്യൂക്കേഷൻ കൗൺസില് വയനാട് ദുരന്തമുണ്ടായ സമയത്ത് 40 വളണ്ടിയേഴ്സ് അവിടെ കേരള ശിശുക്ഷേമ സമിതിയായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശപ്രകാരം പോയിരുന്നു. അവിടെ പോയ വളണ്ടിയേഴ്സിന് ആദരവുണ്ട്. ആ ആദരം നൽകുന്നത്, അനുമോദന പ്രസംഗം നടത്തുന്നത് ഡോക്ടർ S. ജയശ്രീ ആണ്. കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആണ്. വയനാട് ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ KCയുടെ മുഖ്യ രക്ഷാധികാരി MA ജോൺസൺ സാർ പറയുന്നതാണ്. അതുപോലെ തന്നെ പ്രോഗ്രാം ചാർട്ട് KCയുടെ ചെയർമാൻ ശ്രീ പ്രതാപ് മണലി പറയും. ജോൺസേട്ടനെ ചൂരൽമലയിലും പുത്തുമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലില് ജീവൻ നഷ്ടപ്പെട്ട് ഒരുപാട് ജീവാപായങ്ങളൊക്കെ ഉണ്ടായി. നിർഭാഗ്യവശാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട വീട്ടമ്മമാരും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മാനസികമായ വളരെയധികം വലിയ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നിരവധി സ്ഥാപനങ്ങളിൽ നിന്നുള്ള കൗൺസിലേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളോട് എത്തിച്ചേർന്നെങ്കിലും ആ കുട്ടികളുടെ മാനസിക നില മെച്ചപ്പെടുത്തുന്നതിന് യാതൊരു തരത്തിലും കഴിഞ്ഞില്ല എന്ന ശിശുക്ഷേമ സമിതിയുടെയൊക്കെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പ്രീപ്രൈമറി കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ പ്രീപ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനീസ് ആയിട്ടുള്ള അധ്യാപക വിദ്യാർത്ഥിനികൾ അവിടേക്ക് എത്തുകയും അത് ഇവിടുന്ന് കോഴിക്കോട് ബഹുമാനിയായ മേയർ ഡോക്ടർ ബീന ഫിലിപ്പാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അവരവിടെ എത്തി 6 ദിവസം കൊണ്ട് അവരുടെ മാനസിക നില മെച്ചപ്പെടുത്തി എന്ന് മാത്രമല്ല, ഇവര് പിരിഞ്ഞു വരുന്ന സമയത്ത് അവരവിടെ തുടരണം എന്ന ശക്തമായ ആവശ്യം ഉന്നയിക്കപ്പെടുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അവിടെ എത്തി അവിടേക്കുള്ളിൽ മറ്റു പ്രവർത്തനങ്ങൾക്ക് വലിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് ഇവരവിടെ പ്രവർത്തിച്ചത്.